പെറ്റ് ഹോസ്പിറ്റൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വന്ന് കയറുമ്പം നമ്മുടെ ഒരു നോർമൽ ഹോസ്പിറ്റൽ പോലെ തന്നെയാണ്. അത്രയും ക്ലീൻ ആൻഡ് നീറ്റാണ്. നല്ല ടീമുണ്ട് നമുക്ക്. നല്ല കെയറിങ് ആണ് എല്ലാവരും. ഡോക്ടർ സുവിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എന്താണ്? ഡോക്ടർ സുവിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ നമ്മുടെ ഡോക്ടേഴ്സ് ഡെഫിനറ്റ്ലി ഏറ്റവും സ്ട്രെങ്ത്ത് ഡോക്ടേഴ്സാണ്. നമുക്ക് 3 സർജൻസ് ഉണ്ട്. ബാക്കിയുള്ള ടീമും എല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു പ്രൊഫസർ തന്നെ നമ്മുടെ കൂടെ ഡോക്ടർ അജിത് മണ്ണുത്തിയിലൊക്കെ 35 ഇയേഴ്സോളം പഠിപ്പിച്ചൊരു ഡോക്ടർ നമ്മുടെ അവിടെ വരുന്നുണ്ട്. കൂടാതെ ബാക്കിയുള്ള എല്ലാം നമുക്ക് 8 ഡോക്ടേഴ്സ് ഉണ്ട്. കൂടാതെ വെറ്റ് അസിസ്റ്റൻസ് ഇവരുടെ ഒരു ഭാഗമാണ്. നമ്മുടെ നഴ്സസ് പറയുന്ന പോലെ തന്നെ നല്ലൊരു ടീം അതിന് വേണ്ടിയിട്ട് ഉണ്ട്. ഈവൻ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ്, കാരണം അവരാണ് ഹൈജീൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കുന്നത്. അങ്ങനെ നമുക്ക് റിസപ്ഷൻ നല്ലൊരു ടീമുണ്ട്, ഗ്രൂമിങ്ങിന് നല്ലൊരു ടീമുണ്ട്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട്. പൊതുവേ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് പറയുന്നത് എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു പെറ്റ് ഹോസ്പിറ്റൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വന്ന് കയറുമ്പം നമ്മുടെ ഒരു നോർമൽ ഹോസ്പിറ്റൽ പോലെ തന്നെയാണ്. അത്രയും ക്ലീൻ ആൻഡ് നീറ്റാണ്. നല്ല ടീമുണ്ട് നമുക്ക്. നല്ല കെയറിങ് ആണ് എല്ലാവരും എന്നുള്ളതാണ് പറയുന്നൊരു അഭിപ്രായം.